നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സമാധാനം എവിടുന്നോ വരും. ഇങ്ങനെ ഇതൊക്കെ ഞാൻ തന്നെയാണല്ലോ എഴുതിയത്, ഞാൻ തന്നെയാണല്ലോ ചൂസ് ചെയ്തത്, എന്റെ പേരൻസിനെയും ചൂസ് ചെയ്തത് ഞാൻ തന്നെ, എല്ലാ സർക്കംസ്റ്റാൻസസും ചൂസ് ചെയ്തത് ഞാൻ തന്നെ. At the soul level you cannot experience. You can experience only in a body. അപ്പോൾ ഓരോ ഇതും എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ തീർത്താലേ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ സോൾ എവല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹീലിംഗ് ദീസ് പാർട്സ് ഓഫ് us. Namah Shivaya. എനിക്കിങ്ങനെ ഇന്റർവ്യൂ ഒന്നും എടുത്ത് പരിചയമില്ല. പിന്നെ അങ്ങ് പറയാന്നല്ലാതെ. എന്ത് ഭാഷ? മലയാളം. നമ്മൾ മലയാളം ചാനലാണ്. കുറച്ച് ഇംഗ്ലീഷ്. ഓ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്, ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും ആകസ്മികമാണോ അതോ പ്രീ പ്ലാൻഡ് ആണോ. ഇപ്പോഴത് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് യഥാർത്ഥത്തിൽ എൻ്റെ വൈകുന്നേരം മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ആകസ്മികമായൊരു മെയിൽ കാണുന്നു. ആ മെയിലിലെ കോണ്ടാക്റ്റിലേക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ തിരിച്ച് വിളിക്കുന്നു. നോർമലി മെയിൽ വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ ഇത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ മാം ഇന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് പോകും. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഞാനും ഫ്രീ അല്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കാണാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതും മാഡം പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, ഇന്ന് കുറേ തിരക്കുകളുണ്ട്, 1 മണിക്കൂറിനകത്ത് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു. അങ്ങനെ ഇന്ന് ഈ ഒരു എന്താ പറയുക ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ചാനലുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി ജയ നായർ മാമിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, നമസ്തേ. എനിക്ക് തോന്നുന്നു മാം ധാരാളം അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണൊരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അതെ, ഞാൻ അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ പബ്ലിക്കായിട്ട് എന്റെ റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വരും. അത് ഞാൻ എടുക്കുന്നത് തന്നെയാണ്, അല്ലാതെ ഇന്റർവ്യൂ ആയിട്ട് 1-2 പേരെ ചെയ്തിട്ടുള്ളൂ. മാഡം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയത്, അതായത് റിഗ്രഷൻ തെറാപ്പി. അപ്പൊ ഇന്ന് ധാരാളം പേരുകളിൽ ഇത് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. ശരിക്കും താങ്ക്സ് ടു ഡോക്ടർ ബ്രയാൻ എൽവൈസ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നേരത്തെ ഉള്ളൊരു കാര്യമാണ്. പക്ഷെ എങ്കിലും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഹിപ്നോതെറാപ്പിയാണ്. അതെ. അതിൽ പല ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ ഒരു ബ്രാഞ്ചാണ് റിഗ്രഷൻ തെറപ്പി, ഇന്നർ ചൈൽഡ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസിൽ കൂടെ പോകുമ്പം അതിന്റെ എന്തെങ്കിലും ഒരു കണക്ഷൻ വേറെ ഒരു പാസ്റ്റ് ലൈഫിൽ കാണാം. എല്ലാം കാണുന്നു പറയുന്നില്ല, പക്ഷെ റിഗ്രഷൻ തെറപ്പി ആവുമ്പം ഈ പ്രസന്റ് മൊമെന്റിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഇന്നർ ചൈൽഡ് ആണെങ്കിലും നമ്മൾ പുറകോട്ടാണ് പോണത്. അങ്ങനെ അതാണ് റിഗ്രഷൻ തെറപ്പി. അപ്പോ ശരിക്കും മലയാളിക്ക് അകപ്പാട് അറിയാവുന്ന വാക്ക് ഹിപ്നോട്ടിസവും അങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളാണ് ഒരു കോമൺ സൈക്കിന് അറിയാവുന്നത്. അപ്പോൾ ഹിപ്നോസിസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മാഡം എന്താണ് ഹിപ്നോസിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ക്ലിനിക്കൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സംഗതികളും സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രസൻറ്റിൽ യൂസ് ചെയ്യണ മൈൻഡാണ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡാണ് മേജർ പാർട്ട് ഓഫ് ദ മൈൻഡ്. അതിൽ കുറച്ചേ ഉള്ളൂ കോൺഷ്യസ് മൈൻഡ്, അബൌട്ട് 10 to 12% കോൺഷ്യസ് മൈൻഡ് ഉള്ളൂ. ബാക്കി 88% സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എല്ലാ സംഗതികളും സ്റ്റോർ ചെയ്യാണ്. ഇറ്റ് ഈസ് അറ്റ് എ സോൾ ലെവൽ എന്ന് പറയാം. നമ്മുടെ
ഈ പ്രസന്റ് ബോഡിക്ക് ഉള്ള മൈൻഡ് മാത്രമല്ല, നമ്മൾ എത്രയോ ജന്മങ്ങൾ ജനിച്ചിരിക്കുന്നു, ആ ജന്മങ്ങളുടെ ഒക്കെ റെക്കോർഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു ട്രോമയൊക്കെ വരുമ്പോ നമ്മൾ പറയും, ഓ അത് കർമ്മം തീർക്കാനുള്ളതാണ്. ഈ കർമ്മം എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. അത് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് ആ കർമ്മം എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പിന്നെ അല്ലാതെ അറ്റ് ദ സോൾ ലെവൽ, ആത്മാവിന്റെ ലെവലില് നമുക്ക് എല്ലാം അറിയാം, പക്ഷെ ആത്മാവിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് ബോഡിയിൽ വന്നാലേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനുഷ്യനായിട്ടും ആവാം, മൃഗമായിട്ടും ആവാം. ഏത് വിധത്തിലെങ്കിലും ഒരു ബോഡി ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഗതി നമ്മൾ ചൂസ് ചെയ്യണത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ തെറപ്പി ചെയ്യുമ്പം ഇത് നമ്മൾ റിഗ്രസ് ചെയ്യാണ്, ഈ പ്രസന്റ് മൊമെന്റിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോവുക. അത് ഈ ജന്മത്തിൽ തന്നെ ആവാം, അത് അല്ലെങ്കിൽ അത് വേറെ ജന്മത്തിലും ആവാം. ഈ ജന്മത്തിൽ തന്നെ പല സംഗതികളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ റിഗ്രഷൻ തെറപ്പി കൂടെ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഹീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോകും. ഇതാണ് അതിന്റെ ബേസ്. അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ക്ലിനിക്കൽ ഹിപ്നോസിസിൽ സാധാരണ ഈ ഒരു സംഗതി വരുന്നില്ലല്ലോ. കാരണം മാക്സിമം അപ് ടു നമ്മൾ ഈ കൺസീവിങ്ങിന്റെ ടൈം മുതൽ ഉണ്ടാകുന്ന മെമ്മറീസ് ആണ് ഈ പറയുന്ന ആളിനെ ബാധിക്കുന്നത് മാത്രമേ അവർ പറയുന്നുള്ളൂ. അല്ല, ക്ലിനിക്കൽ ഹിപ്നോസിസിലും ഇതിന്റെ പുറകോട്ട് കൊണ്ടുപോകും. അല്ല മാഡം, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ നമ്മുടെ മോഡേൺ സൈക്കോളജിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ അവര് പറയുന്നത് ഇവിടെ ഈ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഫാദറിനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ ട്രൈറ്റ് അല്ലെങ്കിൽ മദറിനുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സൈക്കിക് ട്രോമയാണ് ശരിക്കും അത് കുട്ടിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് പക്ഷെ എല്ലാ സംഗതിക്കും പാസ്റ്റ് ലൈഫിൽ പോണം നിർബന്ധമൊന്നുമില്ല. അതെ ഈ ലൈഫിൽ തന്നെ സോൾവ് ചെയ്യാന്നുള്ളത് പലതും ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഈ മോഡേൺ ഈ സോക്കോൾഡ് ഇവിടുത്തെ ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയില് ഇപ്പൊ എല്ലാരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, എസ്പെഷ്യലി കേരളത്തിലെ കാര്യം. ഇപ്പൊ ഞാനിപ്പോ ഒരു 20 കൊല്ലമായി ഇതൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അന്നത്തെ കാലത്തൊക്കെ അക്സെപ്റ്റൻസ് കുറവായിരുന്നു. അക്സെപ്റ്റൻസ് കുറവായിരുന്നു. പിന്നെ എന്തിനിത് ചെയ്യണം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ അത്രക്കില്ല. ഇപ്പൊ അതിന്റെ അവയർനെസ് വളരെ കൂടി. അതുകൊണ്ട് പീപ്പിൾ ആർ കമ്മിങ് ഫോർവേഡ് ടു ഡു ഇറ്റ്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു അക്കാഡമിക് തലങ്ങളിൽ അല്ലെങ്കിൽ സ്കോളാസ്റ്റിക് തലങ്ങളിൽ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ അതാ പറഞ്ഞത്. കാര്യം നമ്മളിപ്പോൾ ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് പറയുകയാണെങ്കിൽ അതിനെ വളരെ ക്യൂരിയസ് ആയിട്ടും പിന്നെ ഒരു ഫ്രൗണിങ് ഐസോട് കൂടിയായിരിക്കും കേരളത്തിലെ ഒരു സോക്കോൾഡ് എഡ്യൂക്കേറ്റഡ് ഒരു റെലം കാണുന്നത്. ഞാൻ അതാ പറഞ്ഞത്. അത് കുറച്ചുകൂടെ അവയർനെസ് വരണം. പിന്നെ വേറെ ഒരു വലിയ സംഗതി കേരളത്തിലും ഇതുമാതിരിയുള്ളത്, ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പം കർണാടകയിലും ഞാൻ അത് കാണുന്നുണ്ട്. ബാംഗ്ലൂർ അല്ല, കോസ്മോപോളിറ്റൻ സിറ്റീസ് അല്ല. പക്ഷേ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റിലീജിയനെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് പല സംഗതികളും റിലീജിയസ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. ഇത് ഹീലിംഗ് ഈസ് ഗോയിങ് ഓൺ. അതൊരു ഓൺഗോയിങ് ആക്ടിവിറ്റിയാണ്. പക്ഷെ അത് ഏത് വിധത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതെ മാഡം പറയുന്നത് ഈ പറയുന്ന ഹീലിംഗ് പലതരത്തിൽ നടക്കുന്നുണ്ട്. അത് പിന്നെ റിലീജിയസും ആവാം, അല്ലാതെ വേറെ എനർജി വർക്ക് ആവാം, റേക്കി, പ്രാണിക് ഹീലിംഗ്, ഇതിലൊക്കെ കൂടെ ചക്ര ഹീലിംഗ് ആവാം. ഇങ്ങനെ പല മോഡാലിറ്റീസും ഉണ്ട്. പിന്നെ അസ്ട്രോളജി നമ്മുടെ പിന്നെ കേരളത്തില് ഇത് ഒരു വലിയ സംഭവമാണ്. എല്ലാവരും അസ്ട്രോളജിയിലോട്ട് പോവും, അതിൽ പ്രതിവിധി പലതും കാണും. അപ്പൊ അതിലൊക്കെ എന്തൊക്കെയോ ഹീലാവണുണ്ട്. പക്ഷെ ഇപ്പം അതിന്റെ അറിവ് കൂടുതൽ വരുന്നത് എന്തെന്ന് വെച്ചാല്
കുറച്ചുകൂടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ലോജിക്കലാണ് മൈൻഡ്. അപ്പം അവർക്ക് ആ കോൺഷ്യസ് മൈൻഡിൽ അറിയണം. ഇപ്പൊ ഒരു അസ്ട്രോളജി എടുത്തു പോയാൽ അയാൾ എന്തോന്നാണ് പറയണത് നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. പിന്നെ ചൊവ്വ അവിടെ നിൽക്കുന്നു, ശനി ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട് എന്തോന്നും. അപ്പം പക്ഷെ നമുക്കെന്ന് പറഞ്ഞാല് എനിക്കല്ല കേട്ടോ, ഞാൻ തുടങ്ങിയത് അസ്ട്രോളജിയിലാണ്. പക്ഷെ അതാണ് മിക്കവാറും ഉള്ളവർക്കുള്ള ഒരു രീതി. അപ്പം പിന്നെ ഇത് വരുമ്പോ അവർക്ക് കോൺഷ്യസ്ലി അറിയാം, ഓ ഇതാണ് സംഗതി, ഇതുകൊണ്ടാണ് എനിക്ക് ഈ ട്രോമ വന്നിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും നടന്നു. സപ്പോസ് ഒരു കുട്ടി ഒരു കിണറ്റിൽ വീണു, ആ കുട്ടിക്ക് ക്ലോസ്ട്രോഫോബിയ ഉണ്ടായിരിക്കും. അപ്പം വലുതാവുമ്പം ഇതൊന്നും ഓർമ്മ കാണൂല, കിണറ്റിൽ വീണെന്നൊന്നും ഓർമ്മ കാണൂല, അതിന് രക്ഷപ്പെട്ടു വന്നില്ലേ. എത്രയോ കൊല്ലം കഴിയുമ്പം ഈ ഹീലിംഗ് ചെയ്യുമ്പോൾ ക്ലോസ്ട്രോഫോബിയക്ക് ഹീൽ ചെയ്യുമ്പം ഈ സംഗതി പുറത്തേക്ക് വരും. അപ്പൊ ഇതാണ് കാരണം. അതറിയാനാണ് ഇപ്പോഴത്തെ ആളുകള് കുറച്ചുകൂടെ ഇതിലൊക്കെ വരുന്നത്. ഇതാണ് റീസൺ. പണ്ട് ഇല്ലായിരുന്നത് ഇപ്പൊ വരുന്നത് ഇതുകൊണ്ടാണ്. എല്ലാവർക്കും അതിന്റെ ഒരു ആൻസർ വേണം. വെറുതെ ഈ പൂജ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോരാ. പക്ഷെ ഈ പൂജ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും അത് അവർക്കറിയണം. എപ്പോഴും ഒരു ഇൻക്യൂറ്റീവ് മൈൻഡ് ആണ് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ലീഡ് ചെയ്യുന്നത്. അപ്പൊ മാഡത്തിന്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ട്വിസ്റ്റ്, ട്വിസ്റ്റ് അതിലേക്ക് വരാൻ? ട്വിസ്റ്റ് ഞാൻ പറഞ്ഞതുമാതിരി അസ്ട്രോളജിയിൽ തുടങ്ങിയതാണ്. എത്രയോ അതൊരു മിയർ ക്യൂരിയോസിറ്റി കൊണ്ടാണോ അതോ? ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മൂമ്മ കുറെയൊക്കെ അസ്ട്രോളജി ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മ എന്നാണ് വിളിച്ചിട്ട്. അമ്മ ഈ വരയ്ക്കണതും കാൽക്കുലേറ്റ് ചെയ്യണതും ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. അപ്പൊ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എടുത്തത് എൻ്റെ ജീവിതത്തിൽ പല സംഗതികളും ഞാൻ പ്ലാൻ ചെയ്തില്ല, ചെയ്തത് മാതിരി വന്നില്ല. അത് ഇതിന്റെ കാരണം എന്തെന്നാണെന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് അസ്ട്രോളജി പഠിക്കാൻ തുടങ്ങിയത്. കോർപ്പറേറ്റ് ഫീൽഡിലായിരുന്നല്ലേ വർക്ക് ചെയ്തിരുന്നത്? അതെ, സീമെൻസ് ഇൻഫർമേഷൻ സിസ്റ്റംസിലാണ് അവസാനം വർക്ക് ചെയ്തത്. അവിടെയും ഒരു അസ്ട്രോളജി അതിന് മുമ്പ് അറിയാമായിരുന്നോ? അസ്ട്രോളജി 40 കൊല്ലം മുമ്പ് അത് ഒരിക്കലും വിട്ടിട്ടില്ല. ഇപ്പോഴും കുറേശ്ശെ. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുകയാണ് അസ്ട്രോളജി. ശരി ശരി. അപ്പൊ ഈ കോർപ്പറേറ്റ് ലൈഫിന്റെ ഈ ഒരു ഇതിന്റെ ഇടയിൽ മെക്കാനിക്കൽ ലിവിംഗ് എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന ആ ഒരു മേഖലയിൽ നിന്ന് പതുക്കെ പിന്നെ കൗൺസിലിംഗിലേക്ക് തിരിഞ്ഞു അല്ലേ? HR-ലായിരുന്നോണ്ട് ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെ മുഴുവൻ നോക്കണതായിരുന്നു എൻ്റെ അവസാനത്തെ ജോലി. അപ്പം ഐ ഗോട്ട് ഇൻ ടച്ച് വിത്ത് പീപ്പിൾ. അപ്പൊ എനിക്ക് തോന്നി പലർക്കും പല സംഗതികളും ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിരുന്ന് കുറെ പറയും കരയും ഒക്കെ ചെയ്യും. അപ്പൊ ഇത് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ടു ഗിവ് ദം സം റിലീഫ്. അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്തു. പക്ഷെ തുടക്കം അവിടുന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലി വിട്ടു, ഇതിലോട്ടങ്ങ് വന്നു. പിന്നെ ബിഹേവിയറൽ സ്കിൽസ് ട്രെയിൻ ചെയ്യുമായിരുന്നു. അതിലും ആളുകളെ 1-on-1 പല ഇന്ററാക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ taught me about people and the person behind the role. അപ്പോൾ അതിലാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഓക്കെ മാഡം നേരത്തെ പറഞ്ഞത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കർമ്മ അത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ എടുത്തതാണ്. ഒരു ജസ്റ്റ് ലൈക്ക് എ ഡ്രാമ, അതിൽ റോൾ പോലെ നമ്മൾ എടുക്കുന്നതാണ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും നമ്മൾ ഈ കാണുന്ന ഈ ബഹളങ്ങളുടെയൊക്കെ പിറകിൽ യഥാർത്ഥത്തിൽ ശരിക്കും അതിന്റെ പിറകിൽ ഒരു റീസൺ ഉണ്ട്. ആരെങ്കിലും നമ്മൾ അതിനുവേണ്ടി വന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പുണ്യവും പാപവും ഒക്കെ വെറും ആപേക്ഷികമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും അല്ലെ? ഭൗതിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം കാണുന്ന ചില
സംഗതികളായിട്ടാണോ നോക്കുന്നത്? അതെല്ലാം നമ്മുടെ അവയർനെസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ ട്രബിൾ ചെയ്യുള്ളൂ. അതെ അതെ അതെ. അത് ട്രബിൾ ചെയ്യുള്ളൂന്നേ ഉള്ളൂ, അത് ഉണ്ടായിരിക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതൊക്കെ അതിന്റെ പടി നടന്നുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യണമെന്നുള്ളതാണ് നമുക്കുള്ള പെയിൻ ഓർ പ്ലഷർ. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഒരു തരം വിഷമവും തരുന്നില്ല. നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സമാധാനം എവിടുന്നോ വരും. ഇങ്ങനെ ഇതൊക്കെ ഞാൻ തന്നെയാണല്ലോ എഴുതിയത്, ഞാൻ തന്നെയാണല്ലോ ചൂസ് ചെയ്തത്, എന്റെ പേരൻസിനെയും ചൂസ് ചെയ്തത് ഞാൻ തന്നെ, എല്ലാ സർക്കംസ്റ്റാൻസസും ചൂസ് ചെയ്തത് ഞാൻ തന്നെ. അപ്പൊ അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമുക്ക് തന്നെ ഒരു പേഷ്യൻസും ഒരു സമാധാനവും. അപ്പൊ നോർമലി ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ്, വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദാറ്റ് സെലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, what I said the first time, at the soul level you cannot experience. You can experience only in a body. അപ്പോൾ ഓരോ ഇതും എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ തീർത്താലേ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ സോൾ എവല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹീലിംഗ് ദീസ് പാർട്സ് ഓഫ് അസ്. അപ്പം നമ്മൾ ഇപ്പം പിന്നെ ഈ ജന്മത്തിൽ ചെയ്തില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ചെയ്യേണ്ടി വരും. അത് ചെയ്താലേ നമ്മുടെ പണ്ടത്തെ കോൺസെപ്റ്റ് തന്നെ ടു ബി വൺ വിത്ത് ലൈറ്റ്, എൻലൈറ്റ്മെന്റ്, അത് ഈസ് ടു ബി ഇൻ എന്താ പറയാ അലൈൻമെന്റ് വിത്ത് ലൈറ്റ്. അത് വരണമെങ്കിൽ ഈ കർമ്മങ്ങൾ അത്രയും ചെയ്തു കഴിഞ്ഞ് കർമ്മം ഒന്നും ഇല്ലാതെ വരുമ്പോഴേ നമുക്കത് പറ്റുള്ളൂ. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ വരുന്ന, അതായത് സഞ്ചിത കർമ്മങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഈ മായയുടെ ആ ഒരു വലയത്തിൽ പെടുമ്പോൾ നമ്മൾ വീണ്ടും 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 കർമ്മങ്ങൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർജിത കർമ്മങ്ങൾ, അതാണ് ഇതൊക്കെ അറിയാം. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ആ എടുത്തുചാട്ടം, മറ്റേ കർമ്മത്തിലോട്ട് ചാടുന്ന എടുത്തുചാട്ടം കുറയ്ക്കാൻ പറ്റും. അതെ അതെ അതെ, ശരിയാണ്. അപ്പം നമ്മൾ അതിലോട്ട് പോവില്ല. പോകാതെ ഇരിക്കാം, പോകില്ല എന്നല്ല, പോകാതെ ഇരിക്കാം. ടെംപ്റ്റേഷൻ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയാൽ ഇനി വേറെ ഒരു കർമ്മം തുടക്കാൻ പാടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ആ വിചാരത്തിൽ നിന്ന് നമുക്ക് തന്നെത്താനെ തന്നെ തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ മാഡം ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഹിപ്നോതെറാപ്പിയുമായി റിലൈസ് ചെയ്ത്? ഞാൻ ക്ലിനിക്കൽ ഹിപ്നോസിസ് ആണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് ട്രാൻസ്പേഴ്സണൽ റിഗ്രഷൻ തെറപ്പി, അത് കഴിഞ്ഞ് ഫാമിലി കോൺസ്റ്റലേഷൻ. ദാറ്റ് ഈസ് എ ഡിസോസിയേറ്റഡ് ഫോം ഓഫ് തെറപ്പി. ഒരു പ്ലേ കാണുന്ന മാതിരി ബാക്കിയുള്ളവര് റോൾസ് പ്ലേ ചെയ്യാണ് നമ്മുടെ ഇഷ്യൂ എടുത്തോണ്ട്. അപ്പൊ നമ്മൾ ഡയറക്ട്ലി ഇൻവോൾവ് അല്ല. അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അവയർനെസ് കിട്ടും. അതാണ് ഫാമിലി കോൺസ്റ്റലേഷൻ. അല്ല, ഇറ്റ് ഈസ് കോൾഡ് ഫാമിലി കോൺസ്റ്റലേഷൻ. ഇറ്റ് വാസ് conceptualized by a German psychologist, Bert Hellinger. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പിന്നെ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ ആ പ്രോബ്ലം എടുത്തിട്ട് ബാക്കിയുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. എന്റെ പ്രോബ്ലം ആണെങ്കിൽ ബിജു ഞാനാവാം, പിന്നെ വേറെ ഒരാള് ആ പ്രോബ്ലം ആവാം. അങ്ങനെ പല എലിമെന്റ്സും ഉണ്ടായിരിക്കും. അപ്പൊ അവരിങ്ങനെ മൂവ്മെന്റ് ചെയ്യുമ്പോഴും അത് പറയണതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതായിരുന്നു അതിന്റെ പുറകിൽ. അപ്പൊ ഇത് കർമ്മം തന്നെ എന്തോന്നാണ് കർമ്മ നമ്മൾ കൊണ്ടു നടക്കണതെന്ന് അത് തന്നെ അതിൻ്റെ അകത്തുനിന്ന് വരും. ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പം നമുക്ക് മനസ്സിലാവും, ഓ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ആ അവയർനെസ് വരുമ്പം ദാറ്റ് ഇസ് എ ഹീലിംഗ്. അത് നോർമലി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമുകളിൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്നതാണോ?
അതോ നമ്മൾ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ടോട്ടലി ക്രിയേറ്റഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുമല്ല അത് ചെയ്യാൻ ഫെസിലിറ്റേറ്റർ ഫെസിലിറ്റിന്റെ ഹെൽപ്പ് കൊണ്ട് കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഫൈൻ ഫൈൻ. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വരുമ്പം അത് ശരിയാക്കാനുള്ള ഇത് പറ്റൂല. ഞാൻ ചോദിച്ച ഒരു നാച്ചുറൽ സജഷൻ എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നുള്ളതും കൂടെ ബട്ട് ഒക്കേഷണലി ഇറ്റ് ഹാപ്പൻസ്. എല്ലാവർക്കും അത് എപ്പോഴും വരാമല്ലോ. നമ്മളിപ്പം ഒരു സ്വപ്നം കണ്ടാൽ തന്നെ ദാറ്റ് ക്യാൻ ഓൾസോ ബി ഹീലിംഗ്. അതെ 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 അതെ. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത സംഗതികൾ തന്നെ കാണിക്കാം. അത് ഒരു നല്ലൊരു ലീഡാണ്. കാരണം വെച്ചാൽ ഈ പല സ്വപ്നങ്ങളും യഥാർത്ഥത്തില് നമ്മുടെ പാസ്റ്റ് ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതിൽ കാണുന്ന ഞാൻ തന്നെ റിക്കറന്റ് ആയിട്ട് കാണുന്ന ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചു അതിന്റെ റീസൺ എന്താണ്, വാട്ട് ഈസ് ദ ബേസിക് റീസൺ ഫോർ ദാറ്റ് എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഡേയിൽ ഐ ഹാഡ് എ ഡ്രീം. അതൊരു നൈറ്റ് മെയർ ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മെയർ മറ്റേ ആദ്യത്തെ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് പോയി. അതെ, അത് അവയർനെസ്സിൽ വരികയാണ്. ആ ഡ്രീം വരണത് തന്നെ ഓർമ്മിക്കുന്നത് തന്നെയാണ് അവയർനെസ്. നമ്മൾ എത്രയോ ഡ്രീം കാണുന്നു, എല്ലാം ഓർമ്മ കാണൂല ഉണരുമ്പോ. പക്ഷെ ഈ ഡ്രീംസ് ഒക്കെ ഇങ്ങനെ ഹീലിംഗ് ഡ്രീംസ് ഒക്കെ ഓർമ്മയിരിക്കും. പിന്നെ ഡ്രീംസും ഇന്റർപ്രറ്റ് ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. That itself is another modality. അതെ അതെ അതെ. പക്ഷെ അതെല്ലാം ഈ ഫ്രോയിഡിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസിൽ ഒന്ന് കുടുങ്ങി കിടക്കുകയായിരുന്നു ഒരു കാലം വരെ. പക്ഷെ നമ്മുടെ ഇവിടെ ഭാരതീയ വേദാന്തത്തില് പണ്ടുള്ള ആൾക്കാർ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതികളുണ്ടായിരുന്നു. അതെ അതെ. ഇതൊന്നും ഇപ്പൊ ഉണ്ടാക്കിയതല്ല. അല്ലല്ല. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ മാത്രമേ ഇപ്പൊ ഉള്ളൂ. അതെ അതെ. പിന്നെ ഫാമിലി കോൺസ്റ്റലേഷനും ഇസ് വെരി ക്ലോസ് ടു കർമ്മ. കർമ്മത്തിൽ എന്താണ് വരുന്നത്, നോട്ട് ഓൺലി നമ്മുടെ പാസ്റ്റ് ലൈഫ്, നമ്മുടെ ആൻസസ്റ്റേഴ്സിന്റെ റോള്. ഇപ്പം നമ്മുടെ ഒരു 3 ജനറേഷൻ ബാക്ക്വേർഡ്സ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നമ്മളെ എഫക്റ്റ് ചെയ്യും. But that is ancestral healing. That can also be done through family constellation. പിന്നെ അതിന്റെ വേറെ ഒരു ബ്രാഞ്ച് ഉള്ളത് ഓർഗനൈസേഷണൽ കോൺസ്റ്റലേഷൻ.